നമസ്കാരം. ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയത്ത് സംസ്ഥാനത്തെ വ്യാപാരികൾക്കും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് മനോജാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. മനോജ്, സ്വാഗതം. ഈ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും കേൾക്കാറുള്ളതാണ്. ചെറുകിട വ്യാപാരികളുടെ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്ര കണ്ട് അതൊക്കെ ചർച്ചയായി? ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ചർച്ചയാവാറില്ല. കേരളത്തിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ മൊത്തത്തിലുള്ളൊരു വ്യാപാരികളുടെ ഇഷ്യൂസുമായി വളരെ വേറിട്ടതാണ്. കാരണം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു സ്റ്റേറ്റാണത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്രെയിനാണ്. ശരിക്കും നമ്മൾ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി പ്ലസ് ബ്രെയിൻ പ്രൊഡക്ടിവിറ്റിയാണ് കൂടുതലായി നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള യൂട്ടിലൈസേഷൻ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. പിന്നെ ഇവിടുന്ന് ജനപ്രതിനിധികൾ ആരും തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചുരുക്കം പേരൊഴിച്ചാൽ അതെല്ലാ പ്രസ്ഥാനങ്ങളിലും ആളുകളുണ്ട്, ഇല്ല ആരെയും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ അടുത്ത കാലത്തൊന്നും തന്നെ നമ്മുടെ പാർലമെൻറ്റിൽ കേരളത്തിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉയർന്നു കേട്ടതായി എന്നെ സംബന്ധിച്ചറിവില്ല. അപ്പം നമുക്ക് ഈ അടുത്ത കാലത്തായി വ്യാപാരികളുടെ വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരപരിധിയിലുള്ളൂ. അപ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കൃത്യമായി MP-മാർ വേണം. അപ്പോൾ അത്തരത്തിൽ ഇപ്പം ഉള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളിലും അത്തരം നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ വ്യാപാരികളുടെ ഇടയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ വ്യാപാരികൾക്ക് പുറത്ത് റീറ്റെയിൽ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മുന്നണികളൊക്കെ അവകാശപ്പെടാറുള്ളത് ഞങ്ങൾ വ്യാപാരികളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും പല തലത്തിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട്, അങ്ങനെയാണെന്ന്. നിങ്ങൾ ഇവരുമായി ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇവർ മുഖം തിരിക്കുകയാണോ ചെയ്യാറ്? ഇല്ല, ആരും മുഖം തിരിക്കില്ല. കാര്യം പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ അത് എത്രത്തോളം നമ്മുടെ പ്രധാന പ്രശ്നം എന്താണ്? ഒന്ന് GST, രണ്ട് ഓൺലൈൻ വ്യാപാരം. ഇതെല്ലാം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പാർലമെൻറ്റിൽ തന്നെ ഈ വിഷയങ്ങൾ അതിശക്തമായി ഉന്നയിക്കേണ്ടതാണ്. അതൊരു പരിധിവരെ അതാത് കാലഘട്ടങ്ങളിലെ പ്രതിപക്ഷത്തിനേ സാധിക്കുള്ളൂ. കാര്യം ഒരു ഗവൺമെൻറ് പലപ്പോഴും പലതിനും അടിമപ്പെട്ടുകൊണ്ട് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമങ്ങൾ ഈ രാജ്യത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് തെറ്റായി വരുമെന്നും അത് വ്യാപാരികളെ ബാധിക്കുന്നതാണെങ്കിൽ വ്യാപാരികൾക്ക് മാത്രമല്ല ഉപഭോക്താക്കൾ കൂടി ഭാവിയിൽ പ്രയാസം ഉണ്ടാക്കുമെന്നൊക്കെ പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളാണ്. പക്ഷേ അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും അത്തരം സ്വരങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ GSTയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, GST സംബന്ധമായിട്ടുള്ള ഇടപെടൽ അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? GST സംബന്ധമായ ഇടപെടൽ നടത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ പരിണതപ്രജ്ഞരായി കണ്ടിരുന്ന പല MP-മാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. GSTയുടെ ഘടന തന്നെ അങ്ങനെയാണ്. കാര്യം എത്ര കണ്ട് അമെൻമെൻറ്റ്സ് നടക്കുന്നു, ഇതെല്ലാം വ്യാപാരികളുടെ മാത്രം ബാധ്യതയായി വരുന്നു. അതിനകത്തുള്ള എറേഴ്സ്, അത് ടെക്നിക്കൽ എറേഴ്സ് വന്നാൽ അതിനകത്ത് വെബ്സൈറ്റിൽ എറർ കാരണം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ നമ്മുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചാൽ ആ പിഴവിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു വിഭാഗമായി കേരളത്തിലെ വ്യാപാരികൾ മാറും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വ്യാപാരികളുടെ മേൽ പിഴ ചുമത്തേണ്ടി വരുന്നു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, എവിടെയെങ്കിലും ഇപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് അവരിത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ, കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പോലും ഡീലർക്ക് പിഴ കൊടുക്കേണ്ടുന്നൊരവസ്ഥ ഇന്ന് ഇതുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്. നമ്മൾ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കച്ചവടക്കാർ എടുത്ത് വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അത് കൂടുതലായി നമുക്ക് ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിത് പാർലമെൻറ്റിൽ അതിശക്തമായി ഉന്നയിക്കപ്പെട്ടാൽ മാത്രമേ, ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാൽ കേരളത്തിൽ ഇങ്ങനെ വ്യാപാരികൾക്ക് പ്രത്യേകതരമായ പ്രശ്നങ്ങൾ ഈ GST സംബന്ധമായിട്ടുണ്ട്, അതുപോലെ മറ്റ് വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ ആളുകൾ വേണം. അപ്പോൾ ഇപ്പം അത്തരത്തിൽ ഒന്നിലധികം തവണയൊക്കെ ജയിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് കാണുമെന്നേ. ജനങ്ങളോടും കാണും, ആവശ്യപ്പെടുന്ന ആളുകളോടും കാണും, അവർക്കും കാണും. അപ്പോൾ അവർക്കൊരു റുട്ടീൻ പ്രോസസ്സാണ്. പക്ഷെ ജയിച്ചു പോയി അവിടെ ഇരിക്കുന്ന കാര്യത്തിൽ അവർക്ക് മടുപ്പില്ല. അല്ല, അത് കാണൂലല്ലോ, അധികാരമല്ലേ. അപ്പോൾ അത് കയറിയിരിക്കുന്ന ആളുകൾ അതിനകത്ത് കാര്യം ഈ മാറ്റങ്ങൾ നമ്മളിപ്പോൾ എപ്പോഴും ഒരു രണ്ട് ടേമിൽ കൂടുതലൊന്നും ആരും ഇരുത്താൻ പാടില്ല.
ആരെയാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും അതിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി പോയാൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ കേൾക്കാൻ അവർ തയ്യാറാവും. ഇത് കയറിയിരുന്നാൽ എനിക്കിനി മരണം വരെ അല്ലെങ്കിൽ അടുത്ത തോൽക്കുന്നത് വരെ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത്. ശരി, ഇപ്പം നമ്മുടെ 20 MP-മാരുണ്ട്. ഇതിൽ 2019 അവിടെ പോയ 19 MP-മാരിൽ ആരാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും കേട്ടത്? ഞാനത് വ്യക്തിപരമായി പറയാൻ പറ്റില്ല. സംഘടനാപരമായിട്ട് നമ്മളത് അങ്ങനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരൊക്കെ കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞവർക്കും പറയാത്തവർക്കും കാര്യം മനസ്സിലാവും. ഞങ്ങൾ വ്യാപാരികൾക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചാൽ പോരെ. നമ്മളത് എടുത്ത് ഒരു ഇന്ന MP പറഞ്ഞു, ഇന്ന MP പറഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ പറയാം. അപ്പം അതല്ലാതെ നമ്മൾ അതിനെ ചെയ്യുന്നത് ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത ഒരു ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ എൻ്റെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. തിരുവനന്തപുരത്തേക്ക് കിടക്കാം. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇപ്പോൾ തരൂർ 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 3 തവണ നമ്മുടെ MP ആയിരുന്ന ആളാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പാർലമെൻറ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടത്? നമ്മൾ ഒന്ന് സമീപിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയ ഒരാളല്ല ഡോക്ടർ തരൂർ. കാര്യം അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നുള്ളൊരു പരിവേഷം അദ്ദേഹത്തിനുണ്ട്, ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു പരിവേഷമുണ്ട്. ആ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് കുറേ കാലമൊന്നും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. അതൊരു മാനസികമായിട്ടുള്ളൊരു വിഷയമാണ്. അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണ് കൊടുക്കേണ്ടിയിരുന്നത്. കാര്യം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ തുടക്കത്തിൽ കാണിച്ച ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് നമ്മളിവിടെ ബാഴ്സലോണിയ ഇരട്ട നഗര പദവി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വ്യാപാരികളൊക്കെ വളരെ പ്രതീക്ഷയോടെ കണ്ടു. അന്നൊക്കെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ പറഞ്ഞു തുടങ്ങിയതാണ് തിരുവനന്തപുരത്ത് സമഗ്ര വികസനം. അപ്പം ശരിക്കും അത്തരം വികസനത്തിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. കാര്യം അങ്ങനെ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് വ്യാപാരി. ഞങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് വികസനം വരുന്നത്. അതിൻ്റെ റോഡ് വീതി കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കടയിൽ പോകുന്നു, പിന്നെ അത് കിട്ടൂല. എങ്കിലും വികസനം വരുമ്പോൾ മിച്ചമുള്ള സ്ഥലത്ത് കട കെട്ടിയാലും കുറച്ച് കച്ചവടം നടക്കും. കുറേ ആളുകൾ തിരുവനന്തപുരത്തേക്ക് വരും, പല പല കാരണങ്ങൾ കൊണ്ടുവരും. തലസ്ഥാനം കൂടെയാണ്. അപ്പോൾ ഒരു തലസ്ഥാന നഗരത്തിൻ്റെ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് റോഡ് വികസനം മാത്രമല്ല, ലൈറ്റുകൾ സ്ഥാപിക്കുന്നതല്ല, ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുന്നതല്ല. ഇതിലേക്ക് കൂടുതൽ പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ് അവിടെ വിതരണം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് പങ്ക് നമുക്ക് കൂടി കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമായി കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു എന്നുള്ളത് ഞങ്ങളും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് നമുക്ക് പല പല പദ്ധതികൾ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ടാവും. പക്ഷേ ഇപ്പോൾ പറയും, ആരോട് പറയും? അപ്പം നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ചെന്ന് കണ്ട് അവരെ ബോധ്യപ്പെടുത്തി MP-യിലേക്ക് എത്തുക എന്നുള്ളൊരു നിലപാട് നമുക്കിപ്പം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ശരിക്കും ജനപ്രതിനിധികളായി വരേണ്ടവർ ജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നവരാവണം. അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ മാറി നിന്ന് ജനകീയനായിട്ടുള്ള, പക്ഷേ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്കും ജനകീയനായിക്കൂടെ? അതൊരു മൈൻഡ് സെറ്റാണ്, വളരെ മൈൻഡ് സെറ്റാണ്. കാര്യം നമുക്ക് കോവിഡ് സമയത്ത് ചില MP-മാരൊക്കെ റോഡിലുണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ പറയാം. കാര്യം ഒരു പർട്ടിക്കുലർ പാർട്ടിക്കാരാണ് ഇവിടെ 17 MP-മാർ, 17 അല്ല 16 MP-മാർ. അവരിൽ പല ആളുകളും റോഡിലുള്ളത് നമുക്കറിയാൻ കഴിയും, ആളുകളോടൊപ്പം. പക്ഷേ ഇവിടെ നമുക്കത് ഫീൽ ചെയ്തില്ല കേട്ടോ. തിരുവനന്തപുരത്ത് ഞങ്ങൾക്കത് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ്. അത് നമുക്ക് ജനകീയ ഒരു ജനപ്രതിനിധിയായി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഇദ്ദേഹവും വന്ന് കുറച്ചു കാലമൊക്കെ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നു എന്ന് എനിക്കറിയാം. പക്ഷേ അത് ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആവിഷ്കരിക്കാൻ പലതും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷയോടി കണ്ട അത്രയും പ്രതീക്ഷയ്ക്ക് ഒത്തുയരാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനി സുരേഷ് ഗോപി അവിടെ ജയിച്ചു വരികയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സംശയം ഇത്തരത്തിലുള്ള ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ആ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ അത് 5 വർഷമല്ല 15 വർഷം. ഈ 5 വർഷം കഴിയുമ്പോൾ അടുത്ത ടേമിൽ ഇതിപ്പോൾ അദ്ദേഹം ഇപ്പം 3 ടേം കഴിഞ്ഞിരിക്കുകയാണ്, 4ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? തിരുവനന്തപുരത്ത് 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ഒരുപാട് ചിന്തിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാം,
കാര്യം ഇദ്ദേഹമാണ് അവിടെ സംസാരിക്കേണ്ടത്. ഒക്കാബുലറി കൊണ്ട് മാത്രം അഭ്യാസം നടത്തേണ്ട സ്ഥലമല്ല നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ്. നമുക്ക് അദ്ദേഹം നല്ലൊരു റൈറ്ററാണ്, നല്ലൊരു ഒറേറ്ററാണ്, അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. അപ്പം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു വിശകലനം നടത്തണം. കാര്യം നമ്മളെപ്പോഴും ഒരു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയും തരൂർ മതി എന്ന് പറയും. കാര്യം അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ആ കപ്പാസിറ്റി തിരുവനന്തപുരത്തിന് വേണ്ടി എത്ര ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു നോർമൽ ജനപ്രതിനിധി എന്നുള്ള നിലയിലേക്ക് ആ നിലയിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ ആയാലും മുന്നണിയുടെ ആയാലും എൻ ഡി എയുടെ ആയാലും ഇവിടുത്തെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും തോന്നുന്ന തരൂരിനെ മാറ്റി നിർത്താം. തരൂർ ഇപ്പോൾ 4ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നാണ്. തരൂർ എന്ത് ചെയ്തു എന്താണ് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തോടൊപ്പം മത്സരിക്കുന്ന മറ്റ് 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. എങ്ങനെ കാണുന്നു അവരെയൊക്കെ? കാര്യം ഞാനൊരു സാധാരണക്കാരനാണ്. അതുമാത്രമല്ല, ഞാൻ സാധാരണ വ്യാപാരികളുടെ പ്രതിനിധി കൂടിയാണ്. അപ്പം നമുക്ക് ചില പെട്ടിക്കടക്കാരുടെയും അല്ലെങ്കിൽ ചെറിയ ഇടത്തരം വ്യാപാരികളുടെയും പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ധാരാളമായി വരുന്നത്. അതുപോലെ തന്നെ വലിയ വ്യാപാരികൾ എന്ന് നമ്മൾ പറയുന്ന വലിയ മാളുകൾ ഒഴിച്ച് ബാക്കി എല്ലാം ചെറുകിട വ്യാപാരികളാണ് കേട്ടോ. കാര്യം പൊളിഞ്ഞു പോയ നാശമായിട്ട് വീട്ടിൻ്റെ ജപ്തി വരെ ചെയ്തിരിക്കുന്ന എത്രയോ വലിയ സ്ഥാപനങ്ങൾ നമ്മൾ കേരളത്തിൽ മുമ്പ് കണ്ടിട്ടുള്ള വലിയ സ്ഥാപനങ്ങളെല്ലാം ഇപ്പം ചെറുകിട ഇടത്തരം വ്യാപാര കേന്ദ്രങ്ങളായി മാറി. അതിനും മുകളിലേക്ക് വലിയ സൂപ്പർ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ ഓൺലൈൻ കുത്തകകളും മറ്റേ ബഹുരാഷ്ട്ര കുത്തകകളും ഒക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം ചെറുകിടക്കാരായി. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഇവർക്ക് ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇന്ന പ്രശ്നം നമുക്ക് എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ ദൈനംദിന പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പം നമുക്കവിടെ എല്ലാ ജനപ്രതിനിധികളും അതൊരു വാർഡ് മെമ്പർ തൊട്ട് MP വരെയുള്ള ആളുകൾ നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം. അപ്പം ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പം ഈ പറഞ്ഞ ഇപ്പം വലിയ ഇമേജിൽ വന്നിറങ്ങുന്ന ആളുകളും താഴെത്തട്ടിലെ ആളുകളുടെ ഇടയിൽ നിന്നും പറന്നു പോകുന്ന ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇമേജിൽ വന്നിറങ്ങുന്ന ആളുകൾ ആ ഇമേജ് നിലനിർത്തുന്നതിന് വേണ്ടി ആദ്യകാലങ്ങളിൽ ഡോക്ടർ ശശി തരൂരിനെ പോലെ ആദ്യകാലങ്ങളിൽ വലിയ വർക്ക് നടത്തും. പിന്നെ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചേരാനുള്ള പ്രയാസം ഉണ്ടായത്. അത് നമുക്കറിയാമല്ലോ. ഇതേപോലൊരു പ്രശ്നം രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും വരും. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ആളുകൾ അവർക്കിഷ്ടമുള്ള ആളുകൾ വോട്ട് ചെയ്യട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഒരാളെ ജയിപ്പിച്ചെടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് തരുന്ന ആളുകൾ തെറ്റ് തിരുത്തിയാണെങ്കിലും അത് ഞങ്ങൾ ഇതുവരെ ചെയ്ത തെറ്റ് അത് ഏറ്റു പറയണം. ഇതുവരെ ചെയ്ത തെറ്റ് ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല. ഞങ്ങൾ ഇലക്ഷന് വേണ്ടി മാത്രമല്ല വരുന്നത്. ഈ 5 വർഷക്കാലവും ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് ഞങ്ങളാണ് പറയണമെങ്കിൽ ഞങ്ങൾ വ്യാപാരികളുടെ പ്രശ്നം നിങ്ങൾ വന്ന് പറയേ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശബ്ദമുയർത്താം എന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നേ. ഇതാരും പറയുന്നില്ല. ഇപ്പം ഇത് പറഞ്ഞതിന് ശേഷം ഇത്തരം വാർത്തകൾ പുറത്ത് വന്നതിന് ശേഷം പറയുന്നതിനകത്ത് കുറച്ചും കൂടെ നാടകീയത കാണുമായിരിക്കും. പക്ഷെ അങ്ങനെ പറയാൻ പോലും ആളുകൾ തയ്യാറായാൽ വ്യാപാരികൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, വ്യാപാരികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, TV കാണുന്ന പോലെയല്ല. കച്ചവട സ്ഥാപനത്തിൽ ഇത് ഞങ്ങൾ ഉപഭോക്താക്കളോട് പറയുകയാണ് ഇന്ന ആൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ ആ ആളെക്കുറിച്ച് നിഷ്പക്ഷമായ ആളുകൾ ചിന്തിക്കും എന്നോട് ഈ പറഞ്ഞ ആളുകൾ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം. അപ്പോൾ വ്യാപാരികളുടെ ഇടയിൽ ആ പ്രചരണം വളരെ ശക്തമായി നമ്മൾ കൊടുക്കുന്നത് ഒരു പരിധിവരെ വ്യാപാരികൾ മാത്രമല്ല ഉപഭോക്താക്കൾ കൂടി അതിനകത്ത് നിഷ്പക്ഷരായ ആളുകളെ അതിനകത്ത് മാറ്റി ചിന്തിപ്പിക്കാൻ ശേഷിയുള്ളൊരു വിഭാഗമാണ് വ്യാപാരികൾ എന്നുള്ള കാര്യം പലപ്പോഴും ജനപ്രതിനിധികളായി പോകുന്നവർ മറന്നു പോകുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വലിയ പരാതി ഞങ്ങൾ എല്ലാവരെ കുറിച്ചുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ നിന്നും വരുന്ന ആളുകളെ 3 പേരും മത്സരിപ്പിക്കണമെന്നൊരു താല്പര്യമായിരുന്നു ഞാൻ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡൽഹിയിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വരുമല്ലോ. ഇപ്പം ഡൽഹിയിലെ വിഷയം കഴിഞ്ഞ് നേരെ പറന്ന് പുറത്തേക്ക് പോകുന്ന സ്ഥിരമായി പോകുന്ന ആളുകളെ ഞങ്ങളെവിടെ പോയി തപ്പും? ഇപ്പം എനിക്കൊരു പ്രശ്നം അവതരിപ്പിക്കാനുണ്ട്. ഇത് ഞാൻ നേരിട്ട് പോയി എൻ്റെ ജനപ്രതിനിധിയോട് പറയുന്നതും ഞാനൊരു ഇമെയിലായി അയക്കുന്നതും അദ്ദേഹം അത് വേറെടുത്ത് ഫോർവേഡ് ചെയ്യുന്നതും അതിനകത്ത് നടക്കാതെ തിരിച്ചു വരുന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കപ്പെടണമെന്നേ. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ജനങ്ങളുടെ പ്രതിനിധിയാണ് പോകുന്നത്, അല്ലാതെ നമ്മൾ കൊണ്ടിറക്കുക തിരിച്ച് കയറ്റിക്കൊണ്ട് പോവുക. അപ്പോൾ ഇലക്ഷൻ സമയത്ത് വരുന്ന ആളും തിരിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്ന ആളുകളെ ഞങ്ങൾ എവിടെ ഇട്ട് പിടിക്കണമെന്നോ? അപ്പം അത്രയും ബുദ്ധിമുട്ടിയൊക്കെ നമുക്ക് MP മാരുണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം അവർ ജയിച്ചു കയറിയാൽ ചിലപ്പോൾ കേന്ദ്രമന്ത്രി ആയേക്കാം, ചിലപ്പോൾ പ്രധാനമന്ത്രി ആയേക്കാം.
പക്ഷേ വി ഹാവ് ടു ബി ഇൻ ആക്സസ് വിത്ത് ദം. നമുക്ക് അവരെ എപ്പോഴും നമുക്ക് കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ, സാമൂഹിക സേവനം നടത്തുന്ന ആളുകൾ, ഇവരുടെ മുന്നിലേക്ക് സാധാരണക്കാരൻ പ്രശ്നമായി വരുമ്പോൾ ശരി നമുക്ക് എം പിയെ കാണാം എന്ന് പറയുമ്പോൾ എന്ന് കാണാമെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. ശരി. ഇപ്പോൾ കോവിഡിൻ്റെ സമയം എടുത്താൽ, കോവിഡാണ് എല്ലാ മേഖലയും ഒരുപോലെ അല്ലേ ബാധിച്ച ഒന്നായിരുന്നു. നിങ്ങളും അന്ന് പറഞ്ഞിരുന്നു കോവിഡ് സമയത്തെ ബുദ്ധിമുട്ടുകളുമൊക്കെ. അക്കാര്യത്തിൽ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു നിങ്ങളോടുള്ള ഒരു ഇടപെടൽ? അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കന്നൊരു എം പിയെ മിസ് ചെയ്തിരുന്നു. ശരിക്കും മിസ് ചെയ്തൊരു കാലഘട്ടമാണ്. നമുക്ക് അത്തരത്തിലൊരു ഇടപെടൽ എവിടെയും നടന്നതായി കണ്ടില്ല. അത് ഇനി എം പിമാർ ചിലപ്പം അത്രയും ഭാഗമായിട്ട് വരണ്ട, നമ്മുടെ എം എൽ എമാരും അതുപോലെ ഇത് പ്രാദേശിക ജനപ്രതിനിധികളുമുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാവാം. പക്ഷെ ആ തോന്നൽ തന്നെ തെറ്റാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് ഒരാൾ എം പി ആവുന്നത്. ചിലപ്പോൾ ഭൂരിഭാഗം ആളുകളും വോട്ട് ചെയ്യുന്ന ഒരാൾ എം പി ആവും. ഇപ്പം ത്രികോണമൊക്കെ വരുമ്പോൾ എങ്ങനെ ആയാലും 30% ആളുകൾ 40% ആളുകൾ വോട്ട് ചെയ്യുന്ന ആൾ എം പി ആയിട്ട് വരും. അപ്പോൾ അവർ അർപ്പിച്ച വിശ്വാസം എത്രത്തോളം അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ വിശ്വാസം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവർ തന്നെ സ്വയം വിശകലനം ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാ കാര്യത്തിലും നോക്കണം. നമ്മൾ മുറിക്കകത്തിരുന്ന് രാഷ്ട്രീയം പറയുന്ന ആളുകളുണ്ട്. അവർ ടി വിയിൽ കാണുന്നത് മാത്രമേ കാണുള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം തെരുവിൽ നടത്തുന്ന ആളുകളാണ്. അപ്പം നമുക്ക് കുടുംബങ്ങളിലും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ എന്തൊക്കെയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നമെന്നറിയാം. അപ്പം അതറിയണമെന്നേ. അത് കുറച്ചെങ്കിലും അനുഭവത്തിലൂടെ അറിഞ്ഞ ആളുകൾ ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞു പഠിപ്പിക്കുന്നതും അനുഭവത്തിൽ പഠിക്കുന്നതിലും വ്യത്യാസമുണ്ട്. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇനി മറ്റൊരവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. വളരെയധികം നന്ദി. ഓൺ റെക്കോർഡിൽ മറ്റൊരു അതിഥിയുമായി ഉടൻ തന്നെ കാണാം. നമസ്കാരം.